ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് സമൂസയാണ്. അതിനായിട്ട് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചിയും ചെറിയൊരു കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എരിവുള്ള പച്ചമുളകാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. എരിവില്ലെങ്കിൽ ഒന്നോ രണ്ടോ എടുക്കാട്ടോ. അതേ സവാള ഏതേ ഞാൻ വലിയൊരു സവാള എടുത്തേക്കുന്നത്, ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം. അല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. വെളിച്ചെണ്ണ ചൂടാണ്ടിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള വാടാൻ വേണ്ടി അല്പം ഉപ്പിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം ബ്രൗൺ കളർ അവിടെ വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലോണം വാടി വന്നിട്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇവയെല്ലാം പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം, ചെറുതായിട്ട് നുറുക്കിയിട്ട് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഞാൻ കുടച്ചിട്ട് കൊടുക്കാം. കൈ വെച്ച് നല്ലോണം ഉടച്ചു കൊടുക്കാം. ഈ മസാല എല്ലാം ഉരുളക്കിഴങ്ങ് കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഉപ്പ് നോക്കിയിട്ടൊന്നും ഇടാനായിട്ട് എനിക്കിപ്പോൾ നോക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് 3 നോയമ്പ് കാരണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ചു കൊടുത്തിട്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ 3 മുട്ട ഞാൻ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഒരു മുട്ട 4 ആക്കിയിട്ട് മുറിക്കണം, നിർബന്ധമായിട്ട് 4 ആക്കി മുറിക്കണം, അല്ലെങ്കിൽ നമ്മൾ സമൂസയുടെ ഉള്ളിലേക്ക് ഫില്ലാവില്ല. നമുക്ക് പിന്നെ സമൂസ ഷീറ്റ് മടക്കിയെടുക്കാം. സമൂസ ഷീറ്റ് അറിയാത്തത് ഇതേപോലെ ഫോൾഡ് ചെയ്ത് എടുത്തോട്ടെ, പെട്ടെന്ന് എളുപ്പമാണ് ഈ കാര്യം ചെയ്യാനായിട്ട്. ഇനി കുറച്ച് മസാല നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചിടാൻ പാടുള്ളൂ. ഒരു മുട്ടയുടെ ഒരു പീസും ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് മസാലയും ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓവർ മസാല ഇടരുത് കേട്ടോ. ഇതേപോലെ മടക്കിയെടുക്കാം കേട്ടോ. നമുക്ക് ഈ ഭാഗത്ത് ഒട്ടിക്കാൻ വേണ്ടി നമുക്ക് അല്പം ഞാൻ മൈദ അല്പം കലക്കിയെടുത്തിട്ടുണ്ട്, അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ മൈദ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാ സൈഡും ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് സമൂസ. നമുക്ക് ഇതേപോലെ ബാക്കി എല്ലാം ഫില്ല് ചെയ്തെടുക്കാം. സമൂസ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് ഇനി ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം ചൂടായിട്ടുണ്ട്. തീ കുറച്ചിട്ട് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. സമൂസ 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കോരി എടുക്കാട്ടത്. എഗ് സമൂസ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.